ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഒരുപാട് വില കൂടുതലല്ലേ. അതുകൊണ്ട് നമ്മളിന്ന് ഗ്രീൻ പീസ് കറി എണ്ണയൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനായിട്ട് 2 സവാള നൈസായിട്ട് അരിഞ്ഞതുകൊണ്ട് ഒരു തക്കാളി ഉണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി ചേർക്കുന്ന പൊടികൾ, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം എന്നിവ ചതച്ചതും കൂടെ ചേർക്കുകയാണ്. ഇത് നമ്മൾ ഈ ഗ്രീൻ പീസും കൂടെ ഇതിൽ കഴുകി വെച്ച ഗ്രീൻ പീസാണ്. ഇതും കൂടെ ഇതിൽ ചേർത്തതിന് ശേഷം പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കുക, നന്നായിട്ട് തിരുമ്മിയെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു 2-3 വിസിലടുപ്പിച്ചെടുക്കുക. നമ്മളിത് നന്നായിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം വേണ്ടില്ലേ, ഇതിൽ ഓയിലില്ല. മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഒന്ന് ഞാൻ ചട്ടിയിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്, അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്കൊരു 2-3 വിസിലടുപ്പിച്ചിട്ടെടുക്കാം. നമ്മൾ ഈ ഗ്രീൻ പീസ് കറിയിലേക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് ആശീർവാദ ആട്ടയാണ്, പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത്. നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടാൻ നമ്മളൊരു മണിക്കൂർ കുഴച്ച് വയ്ക്കുക. അതിന് ശേഷം പരത്തി നമുക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂറായി. നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാം. മുഴുവനും പരത്തിയെടുക്കുക. ഗ്രീൻ പീസ് കറി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതിൽ തീരെ ഓയിൽ ചേർക്കാത്ത കറിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കുന്നതിൻ്റെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല.